ദിവസത്തിന്റെ അവസ്ഥ എന്താണ്? പലരും കരയുന്നുണ്ടാകും. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത് കൊണ്ട് നമ്മുടെ ഭാര്യമാരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സന്താനങ്ങളൊക്കെ കരയുന്നുണ്ടാകും, വിഷമിക്കുന്നുണ്ടാകും, സങ്കടപ്പെടുന്നുണ്ടാകും. പക്ഷെ ആത്മീയ ലോകത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് നമ്മൾ ചിന്തിക്കണം. അവിടെയൊക്കെ സന്തോഷവാനായി ഇങ്ങനെ കിടന്നു കൊടുക്കുവാനും, അതുപോലെ തന്നെ ഒരു പൂജയിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് പോലെ അത്രത്തോളം നിസാരമായി കൊണ്ട് നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് റൂഹ് ഇറങ്ങിപ്പോകുന്നത് സത്യവിശ്വാസികളുടെ അടയാളമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് പുറത്തുകളുള്ള ഇരുട്ടിന്റെ വലിച്ചെടുക്കുന്നത് എത്രമാത്രം പ്രയാസമാണോ, അതേ രൂപത്തിലാണ് സത്യനിഷേധികളായിട്ടുള്ള തമ്മാടികളായിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും റൂഹ് ഇറങ്ങി വരിക. ഇവിടെ നമ്മൾ ആലോചിക്കുക, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ തന്നെ ഒരു വിചാരണ ചെയ്യാം. ഓരോ ദിവസം കഴിയുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യണം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്ന് എത്ര നന്മകൾ ചെയ്തു, എത്ര തിന്മകളാണ് അറിയാതെയും അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയത്. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഈ രൂപത്തിൽ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ അമലുകൾ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പരലോക ഭയം നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുക. അങ്ങനെ പരലോക ഭയമുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൊണ്ട് പഠിപ്പിച്ചെന്നത് അറിയോ? അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ ഔ റാക്കിയ. അവർ രാത്രിയുടെ ഇരുട്ടിൽ അവർ എണീറ്റുകൊണ്ട് നമസ്കരിക്കുന്നവരായിരിക്കും, സുജൂദിലും റുകൂഇലുമായിരിക്കും അവർ. ആലോചിച്ചു, അവർ അല്ലാഹുവിന്റെ പ്രതിഫലത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ചില ആളുകളുടെ മുഖങ്ങൾ ചുവന്ന് ശോഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് സന്തോഷത്തിന്റെ ആംഗ്യത്തിൽ. അല്ലാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചതിന്റെ പേരിൽ ദുനിയാവിൽ അവർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആരുടെ കളിയാക്കലുകൾക്കും ഇത് എനിക്കൊന്നും നിസ്സാരമല്ല, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് വലുത്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് വലുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നമസ്കരിക്കുന്നതും, അതിനു വേണ്ടിയിട്ടാണ് രാത്രികളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സ്വന്തം ഭാര്യയെ എണീപ്പിച്ചുകൊണ്ട് വുളൂ എടുത്തുകൊണ്ട് അവർ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അവർ നമസ്കരിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഒരു വിശ്വാസിയുടെ ഗുണമായിക്കൊണ്ട് പറഞ്ഞതാണ്, പരലോക ഭയമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്നാണ് അവരുടെ പ്രത്യേകത. അവർ റുകൂകളിലും അതുപോലെ തന്നെ സുജൂദുകളിലുമായിരിക്കും അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി നമസ്കാരങ്ങളിൽ മുഴുകിയവരായിരിക്കും. ആ രൂപത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രാത്രിയിൽ എണീറ്റുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റുകൊണ്ട് നമ്മുടെ മക്കളെയും ഭാര്യമാരെയും വിളിപ്പിച്ചുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ പോകുന്നുണ്ടോ? ഇതൊക്കെ സൽക്രമങ്ങളാണ്. ഇതൊക്കെ വിശ്വാസിയുടെ ഗുണങ്ങളായിക്കൊണ്ടാണ് നമുക്ക് പരിശുദ്ധ ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പരലോക ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണം, മരണ ചിന്ത ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇവിടുന്ന് വിട്ടുപിരിഞ്ഞ് പോകുവാനുള്ളതാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. എന്നാൽ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഏത് സമയത്തും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധമുണ്ടാകുക. അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത് എന്ന് നമുക്കൊരു ബോധം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തിന്മയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. കാരണം അള്ളാഹു കാണുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകും. മറ്റാരും കാണുന്നില്ലല്ലോ എന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പല തെറ്റുകുറ്റങ്ങളുണ്ടാകും. ആ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുള്ള അമലുകൾ നിലനിർത്തുവാനും അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
യൗമ യബഅതുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലൂ അഹ്സാഹുല്ലാഹു വനസൂ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു അവരെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവർ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ തിട്ടപ്പെടുത്തും. അവർക്ക് വേണ്ട പ്രതിഫലങ്ങൾ ഇങ്ങനെ, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മയുടെ പ്രതിഫലം ഇങ്ങനെ അവർക്ക് തിട്ടപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവാണ് സാക്ഷി, വേറെ ആരല്ല, അല്ലാഹുവാണ് സാക്ഷി. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരു അണു തിന്മയാണെങ്കിലും ഒരു അണു നന്മയാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം തീർച്ചയായിട്ടും പരലോകത്ത് നമുക്ക് നൽകും എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവാണ് സാക്ഷിയുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് പറയും. ഓരോ പേജുകളും വിശുദ്ധ ഖുർആനിലുള്ള ഓരോ പേജുകളും നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് അല്ലാഹുവിനോട് ചോദിക്കും. ഇന്ന ഇന്ന പേജ് ഇവൻ ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇന്ന ഇന്ന സമയങ്ങളിൽ എന്നെ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഈ രൂപത്തിലുള്ള ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്റെ കർമ്മങ്ങളെല്ലാം നാളെ പരലോകത്ത് പ്രദർശിപ്പിക്കപ്പെടും, പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്ന ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നുള്ള സഹോദരന്മാരെ നമ്മുടെ അമലുകൾ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. കാരണം അത്തരത്തിൽ ചിന്തയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവർക്ക് തിന്മയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാനിത് തിന്മയിൽ ഞാനെങ്ങാനും ഈ തിന്മ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പ്രദർശിപ്പിക്കുമല്ലോ എന്നൊരു ബോധമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റബ്ബിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. റബ്ബിനെ ഭയപ്പെടുക. ഇന്നി അഖാഫുല്ലാഹ്. ഈ ഒരു ഒറ്റ പദം കൊണ്ട് സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ തിന്മയിൽ നിന്ന് മാറി നിന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ. അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഇന്നി അഖാഫുല്ലാഹ് എന്ന ഒരു പദം കേട്ടതിന്റെ പേരിൽ സ്വഹാബകൾ തിരിച്ചു വന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അല്ലേ? അത്തരത്തിലുള്ള അഥവാ അവരൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടം കാംക്ഷിച്ച് പ്രതിഫലം കാംക്ഷിച്ച് സ്വർഗത്തിൽ പോകാൻ അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ആ തിന്മയിൽ നിന്ന് അവർ മാറി നിന്നു. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകളിലേക്ക് ഇന്നി അഖാഫുല്ലാഹ് എന്ന ഒരു പദം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ രൂപത്തിലെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിലും നമസ്കാരത്തിന്റെ വിഷയത്തിലും അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന ഒരു ചിന്തയാണ് ഇന്നി അഖാഫുല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ അമലുകൾ സൽക്കർമ്മങ്ങൾ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. ഒരായത്തും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, നാളെ പരലോകത്ത് നരകക്കാരായ ആളുകൾ സ്വർഗ്ഗക്കാരായ ആളുകളോട് സംസാരിക്കുന്ന ഒരു സംസാരം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഖറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന. നരകക്കാരായ ആളുകൾ സ്വർഗ്ഗക്കാരായ ആളുകളെ വിളിച്ചുകൊണ്ട് പറയും, അൻ അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും റിസ്കിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ? അതുപോലെ തന്നെ എന്തെങ്കിലും അല്പം വെള്ളം ഒന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് തരുമോ എന്ന് നരകക്കാരായ ആളുകൾ സ്വർഗ്ഗക്കാരോട് ചോദിക്കുന്ന ഒരു രംഗം അവിടെ വരുന്നുണ്ട്. നരകത്തിലും ഭക്ഷണങ്ങളുണ്ട്, പാനീയങ്ങളുണ്ട്, പക്ഷേ അത് വിശപ്പിന് ശമനമാവില്ല. അതുപോലും ശിക്ഷയുടെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചു തന്നത്. പാനീയങ്ങളുണ്ട്, പക്ഷെ അത് ദാഹത്തിന് ശമനമാവില്ല. അതും ശിക്ഷയുടെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ആ ഒരു സമയത്ത് അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗ്ഗക്കാരൻ വിളിച്ചുകൊണ്ട് അവർക്ക് ചോദിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹം
അനുഗ്രഹങ്ങളിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് നിങ്ങൾ ചൊരിഞ്ഞു തരുമോ? അതുപോലെ തന്നെ വല്ലാത്ത ദാഹമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പമൊന്ന് വെള്ളം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കും. ആ സമയത്ത് സ്വർഗക്കാരായ ആളുകൾ അവിടുന്ന് പറയുന്നത് അറിയോ? അവിടുന്ന് പറയും, തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മേലിൽ ഹറാമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, നരകക്കാരത്തിന്റെ ഹറാമാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അലൽ കാഫിരി, സത്യനിഷേധികളായ ആളുകളുടെ മേലിൽ ഇത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് സ്വർഗക്കാർ പറയും. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ആയത്തെന്നറിയോ? അവർക്ക് ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ വരാനുണ്ടായത് എന്താണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞു, അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബാ വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയാ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. അഥവാ അവർ അവരുടെ മതത്തെ വിനോദവും കളിയുമാക്കി തീർത്തു എന്നാണ്. അവർ അവരുടെ മതത്തെ വിനോദമാക്കി തീർത്തു, കളിയുമാക്കി തീർത്തു. അഥവാ അവരുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും അത് അവരുടെ മതം അവരോട് ഗുണദോഷിക്കുന്നത് എന്താണോ അത് അവർ പാലിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്തത് പലതും അവർ ചെയ്തു വെച്ചുകൊണ്ട് അല്ലാഹുവിനെ അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവർ എന്നെ ദുനിയാവിൽ വെച്ചുകൊണ്ട് മറന്നുപോയത് കൊണ്ട് ഇന്നത്തെ ദിവസം അവരുടെ കാര്യത്തിൽ ഞാൻ മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ആലോചിച്ച് നോക്കുക പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ജീവിതം നമ്മളാണ് നന്നാക്കേണ്ടത്. നമ്മുടെ ജീവിതം നന്നാക്കാൻ നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം ഉണ്ടായാൽ മാത്രമേ അല്ലാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അപ്പൊ നമുക്കറിയാം, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി ഒന്നാം തരംഗവും അതുപോലെ രണ്ടാം തരംഗവും കഴിയുമ്പോൾ മൂന്നാം തരംഗമാണ് നമ്മളിങ്ങനെ വായിച്ചറിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പുതുമയിൽ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ആദ്യം നമ്മുടെ വ്യക്തി ജീവിതം ശുദ്ധിയാക്കിയതിനു ശേഷം ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരം അതിന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യനെ വളരെയധികം ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അല്ലെ, ഇതിനൊരു പരിഹാരമായി മാറി, അതല്ലെങ്കിൽ ഒരു ശമനമായി മാറി ഇപ്പോഴും നമുക്കൊരു നല്ല ഒരു മരുന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് കഴിയും ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തി ജീവിതത്തെ നന്നാക്കുകയും അതിനുശേഷം ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് എല്ലാ നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ നമ്മുടെ യാത്രകളിലും അതുപോലെ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും എവിടെയാണെങ്കിലും അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മറുപടി ഉണ്ടാകും എന്ന ഒരു വിശ്വാസവും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, പള്ളികളിലുള്ള സജീവത, ആളുകളുടെ യുവാക്കന്മാരുടെയൊക്കെ സജീവത വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അഥവാ വെള്ളിയാഴ്ചകളിൽ ഇന്ന് ജുമ ഉണ്ടായിരുന്നില്ലേ, ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നില്ലേ എന്ന് പോലും സംസാരിക്കാനിടയാകും. കൊറോണ വന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ച ജുമ ഇല്ലാതെ പള്ളികൾ പൂട്ടിയിരുന്നപ്പോ മനസ്സിന്റെ എവിടേക്കെയോ ഈമാനുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിരുന്നു. അല്ലെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജുമാ ഇല്ലാത്ത ഒരു ദിവസം കടന്നു പോകുന്നത് എന്ന് പല ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് ജുമാക്ക് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഇന്നില്ല, അടുത്ത ആഴ്ച ആകട്ടെ, ആ രൂപത്തിലേക്ക് മനുഷ്യ മനസ്സിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാർ, പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് അകറ്റി നിൽക്കുക? അതുകൊണ്ട് നമ്മൾ നന്നാകണം, നമ്മൾ ആദ്യം തീരുമാനിക്കണം നമ്മൾ നന്നാകുവാൻ. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണല്ലോ ഇന്ന് മാഷാ അല്ലാഹ് പള്ളിയിൽ ഏകദേശമൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനത് സൂചിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ഈ അടുത്ത് ഞാനൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ സ്വഹാബാക്കളുടെയൊക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞതിന്റെ ശേഷം ജുമാക്ക് പോകുന്ന ആളുകളെ കൊണ്ട് റോഡുകൾ തിക്കും തിരക്കുമായിരുന്നു എന്നാണ്. അഥവാ സുബഹി നമസ്കാരം കഴിഞ്ഞ് ജുമാക്കിടയിൽ എത്ര സമയം നമുക്കറിയാം. ആ സമയത്ത് ജുമാക്ക് വേണ്ടി പള്ളികളിൽ പോകുന്ന ആളുകളെ കൊണ്ട് തിക്കും തിരക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നാം വായിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ആലോചിക്കുക. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കറിയാം 11 മണിയാകുമ്പോഴേക്കും പള്ളിയിൽ എത്തണം, അതല്ലെങ്കിൽ 11:30 ആകുമ്പോഴേക്കും പള്ളിയിൽ എത്തണം എന്ന ഒരു ചിന്തയും അതിനുവേണ്ടി തയ്യാറെടുപ്പുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്, സൂറത്തുൽ പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള ചിന്തകളും എന്നൊക്കെയുള്ള പഠിപ്പിക്കലുകളും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉസ്താദന്മാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി. പക്ഷേ പരിശുദ്ധ ഇസ്ലാം ദീൻ പൂർണ്ണമാക്കപ്പെട്ടതാണ്. അതിലൊന്നിൽ നിന്ന് കുറയുവാനോ ഒന്ന് കൂടുവാനോ ഇല്ല. ആ കാര്യങ്ങൾ ഇന്നും തന്നെ അതിന്റെ പ്രതിഫലവും അതിന്റെ ശ്രേഷ്ഠതയും ഇന്നും ഉണ്ട് അവിടെ തന്നെ. അതുകൊണ്ട് അത് നമ്മൾ നേടിയെടുക്കണം. നേരത്തെ 12:30 എന്നുള്ളത് 12 മണിയാക്കി എന്താ നമുക്ക് പറ്റും? 12:30 എന്നുള്ളത് 12 മണിയാക്കിയാൽ നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. 12:30 നമ്മൾ എത്തുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ എത്തുന്നുണ്ട്. ആ 12:30 എന്നുള്ളത് 12 മണിയാക്കിയാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് നേരത്തെ പള്ളിയിൽ എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഖുതുബ ലഭിക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുതുബ ലഭിക്കുകയില്ല, ജുമാ ലഭിക്കുകയില്ല. ജുമാ നിങ്ങളുടെ ഏടുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഒരുപാട് തിരക്കുള്ള ആളുകളായിരിക്കും നമ്മൾ. ഇവിടെ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ നല്ല തിരക്കുകളാണ്. പക്ഷെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ പള്ളിയിൽ എല്ലാവരും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തെ നമ്മളോട് ഒരുമിച്ച് കൂടുന്നുണ്ട്. അത് അല്പം ഒരു നേരത്തെ ആക്കിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിലാക്കാൻ നമുക്ക് സാധിക്കുന്നതിനുള്ള സഹോദരന്മാരെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതല്ലാതെ നമ്മൾ എത്ര കേട്ടിട്ടും ആ ഒരു സമയത്തേക്ക് എത്തിയാൽ മതി എന്ന ഒരു ചിന്തയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് അപാകതകൾ തന്നെയാണ് ഉണ്ടാവുക എന്നത് മനസ്സിലാക്കുക. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നേരത്തെ പള്ളിയിൽ എത്തുവാനുള്ള സന്ദർഭങ്ങളൊക്കെ അള്ളാഹു തന്നെ നമുക്ക് ഒരുക്കി നൽകുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. സൽക്കർമ്മ നിരതയായിട്ടുള്ള ജീവിതത്തിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു കിട്ടിയുള്ള സൽക്കർമ്മങ്ങൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് നമ്മുടെ നാടിനെയും ഈ ലോകത്തൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. സൽക്കർമ്മ നിരതയായിട്ടുള്ള ജീവിതത്തിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദികളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദികളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.
അല്ലാഹു അക്ബർ